അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അല എടുക്കാം. അല മുകളിൽ. ഓക്കെ. അലൈഹി, അലൈഹിമ, അലൈഹിം, അലൈഹ, അലൈഹിമ, അലൈഹിന്ന, അലൈക, അലൈക്കുമ, അലൈക്കും, അലൈക്കി, അലൈക്കുമ, അലൈക്കുന്ന, അലയ്യ, അലൈന. അപ്പോൾ അലൈഹി അവന് മുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ. എന്തുകൊണ്ടാണ് ഹീ എന്നായത്? അത് ഉച്ചാരണത്തിനാണ്. ഈ ലമീർ മുത്തസിൽ ഹൂ മബിനിയാണ്, നമുക്കറിയാം. ഹൂ മബിനിയാണ്. ഓക്കെ. ഈ ലമീർ മുത്തസിൽ ഹർഫ് ജറിനോട് തേടുമ്പോൾ അത് ഇസ്മ മജ്റൂറാണ്. അപ്പോൾ ഇവിടെ അലൈഹി അല്ലെങ്കിൽ നേരത്തെ പഠിച്ച ഇലൈഹി അത് മജ്റൂറാക്കിയതല്ല കേട്ടോ. അലൈഹൂ എന്നാ ശരിക്ക് വേണ്ടേ, ഇലൈഹു എന്നാ ശരിക്ക് വേണ്ടേ. പക്ഷെ ഉച്ചാരണത്തിന് വേണ്ടി മാത്രമാണ് ഇലൈഹി അലൈഹി എന്നാക്കിയത്. അങ്ങനെ ചെയ്യും. നമ്മളിതിന് മുന്നേയും പഠിച്ചിന് ആ വിഷയം. ഉച്ചാരണത്തിന് വേണ്ടി എന്താക്കും നമ്മൾ? അതിൻ്റെ അലാമത്ത്, അതിൻ്റെ അടയാളത്തിന് മാറ്റം വരുത്തും. ഇത് ശരിക്കും അലൈഹു എന്നുള്ളത് അലൈഹി എന്നായത് ഉച്ചാരണത്തിന് വേണ്ടിയാണ്. അതേപോലെ നേരത്തെ പഠിച്ച ഇലൈഹു എന്നുള്ളത് ഇലൈഹി എന്നായത് അപ്പോൾ ഇലൈഹി എന്നാണ് പറയാം. ഇലൈഹി, ഇലൈഹിമ, ഇലൈഹിം. അതേപോലെ അലൈഹി, അലൈഹിമ, അലൈഹിം, അലൈഹ, അലൈഹിമ, അലൈഹിന്ന, അലൈക, അലൈക്കുമ, അലൈക്കും, അലൈക്കി, അലൈക്കുമ, അലൈക്കുന്ന, അലയ്യ. അപ്പോൾ അലക്കും ഇതേപോലെ സുക്കൂനുള്ള യാ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഒന്ന് ചേർക്കുമ്പോൾ ഒരു ലമീർ മുത്തസിൽ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ സുക്കൂനുള്ള യാ, എൻ്റെ, ഞാൻ എന്ന് പറയാൻ അതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ രണ്ട് സുക്കൂനുള്ള യാ ചേർക്കുമ്പോൾ യാക്ക് ഷദ് വരും. അതുകൊണ്ടാണ് അലയ്യ, ഫിയ, ഇലയ്യ അങ്ങനെയൊക്കെ വരുന്നത്. അലൈന നമ്മുടെ മുകളിൽ. അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഗ്രീറ്റിങ്സ്, അഭിവാദ്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അലൈക്കും, നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. അലൈക്കും. ഓക്കെ. ഇതെല്ലാം ആവർത്തിച്ച് പഠിക്കാം. ബാറക്കല്ലാഹു ഫീക്കും.